ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇതുമാതിരിയുള്ള കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിക്കാണ് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ വെറും കടലാസുകളാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ എന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് പറഞ്ഞു. ഇപ്പോൾ ആ പ്രഖ്യാപനം വന്നിട്ട് ഒരാഴ്ച കഴിയുകയാണ്. ഈ ഒരാഴ്ച ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് നിന്നിട്ടുള്ള ആളുകൾ ഒന്നുകിൽ ബാങ്കിന് മുന്നിൽ അല്ലെങ്കിൽ ATM കൗണ്ടറിന് മുന്നിൽ ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ നിന്ന ഒരാഴ്ചയാണ് കടന്നുപോയിരിക്കുന്നത്. തീർന്നില്ല, ചെറുകിട കച്ചവടക്കാർ അവരുടെ കച്ചവടങ്ങൾ പൂട്ടി തുടങ്ങിയിരിക്കുന്നു. മീൻ കച്ചവടം, പച്ചക്കറി കച്ചവടം ചെറുകിടക്കാരുടെ, ലോട്ടറി പൂട്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ കച്ചവടങ്ങളും മന്ദഗതിയിലേക്ക് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെച്ചുവാണിഭത്തിൻ്റെ ലോക്കൽ ചന്തകൾ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു. അതിനൊക്കെ ചില്ലറ വേണം. യഥേഷ്ടം ചില്ലറ കിട്ടിയാൽ മാത്രം പ്രവർത്തനക്ഷമമാകുന്ന ചെറുകിട വെച്ചുവാണിഭങ്ങൾ ഏകദേശം പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. കല്യാണമടക്കമുള്ള ആർഭാടങ്ങളോ, അങ്ങനെയാണ് കുമ്മനം രാജശേഖരൻ അതിനെ വിളിക്കുന്നത്. ആർഭാടപ്രിയരാണ് മലയാളി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ ബാധിക്കാത്ത കാര്യം മലയാളിയെ ബാധിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു 10% ആളുകളായ BJP-കാർ മൊത്തം കേരളത്തിൽ നിന്ന് ഇതര ഇന്ത്യയിലേക്ക് കുടിയേറിക്കഴിഞ്ഞാൽ അവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ആർഭാട ജീവിതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മലയാളിക്ക് ഇത്ര വലിയ പ്രതിഷേധം. ഏതായാലും കല്യാണമടക്കമുള്ള ആഘോഷങ്ങൾ വെള്ളത്തിലായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ഇന്ത്യൻ മാർക്കറ്റിലാകെ 17 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് സഞ്ചരിച്ച് കമ്പോളത്തെ സജീവമാക്കിക്കൊണ്ടിരുന്നത്. അതിൽ 500, 1000 നോട്ടുകൾ, ആ നോട്ടുകൾ മാത്രം 17 ലക്ഷം കോടി രൂപ വരും. എന്ന് പറഞ്ഞാൽ സിംഹഭാഗവും 500-ഉം 1000-ഉമായിരുന്നു നോട്ടുകൾ. ആ നോട്ടുകളാണ് പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കുമ്പോൾ മിച്ചം 3 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ചുള്ളത്. 17 ലക്ഷം കോടി രൂപ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ കമ്പോളത്തിൽ കേവലം 3 ലക്ഷം കോടി രൂപയുടെ സഞ്ചാരഗതിക്ക് മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുരിതപൂർണമായിരിക്കുന്നു പല ആളുകളുടെ നിത്യജീവിത അവസ്ഥ. ഇതെപ്പോൾ മാറും? എന്നാണ് ഈ കഷ്ടകാലം തീരാൻ പോകുന്നത് എന്ന് മലയാളികൾ പറയുമ്പോൾ, ഇന്നലെയും UP-യിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയല്ല, UP-യിൽ നടന്ന ഒരു പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് താനൊരു ചായക്കച്ചവടക്കാരനായിരുന്നു. അത് സത്യമല്ല, നുണയാണ് എന്ന നിലയ്ക്ക് വാർത്തകൾ വന്നിട്ടുണ്ട്. ചായക്കച്ചവടം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം, ചായക്കടക്കാരനായിരുന്നു, ചായ അടിക്കാരനായിരുന്നില്ല. ഏതായാലും ചായക്കച്ചവടം നടത്തുകയോ ചായ അടിക്കുകയോ ചെയ്തിരുന്ന ആളാണല്ലോ നരേന്ദ്രമോദി. ചായയുമായി ബന്ധമുള്ള ആളാണല്ലോ നരേന്ദ്രമോദി. അദ്ദേഹം പറയുന്നത് നോട്ടുമാറ്റം കടുപ്പമേറിയ ചായ പോലെയാണ്, കടുപ്പം കൂടിയ ചായയാണ്. ആ കടുപ്പം കൂടിയ ചായ നിർലോഭം നൽകുന്ന ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ട് ആ ഉപമ ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നത് കാണുക. നോട്ട് മാറ്റാനുള്ള തീരുമാനം കടുപ്പമേറിയ ചായ പോലെയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിറാജ് എന്ന പത്രമാണ് അത് ആദ്യ വാർത്തയാക്കിയിരിക്കുന്നത്. ചായക്കടക്കാരനായിരുന്ന കാലത്ത് താൻ ശീലിച്ചതുപോലെ പാവപ്പെട്ടവർക്ക് കടുപ്പമേറിയ ചായയാണ് ഇഷ്ടം, പക്ഷേ പണക്കാർക്ക് ഇതിന് രുചിയുണ്ടാകില്ല എന്നും മോദി പറഞ്ഞു. നല്ല കടുപ്പമുള്ള ചായ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ സാധാരണക്കാർ ഇഷ്ടപ്പെടും. ചായ കുടിക്കുന്നത് മാതിരിയാണല്ലോ ക്യൂ നിൽക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അതൊന്നും വേണ്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഒരു നൊസ്റ്റാൾജിയയോടെ ഗ്രഹാതുരത്വത്തോടെ സഞ്ചരിച്ച ചില ഉപമകളും ഉൾപ്രേക്ഷകളും അവതരിപ്പിക്കാം. പക്ഷേ പൊരിവെയിലിലും അതുമാതിരി തന്നെ മഴയത്തും മഞ്ഞത്തുമൊക്കെ, പാതിരാത്രിക്കും കൊച്ചു വെളുപ്പാങ്കാലത്തും നട്ടുച്ചയ്ക്കുമൊക്കെ ക്യൂ നിൽക്കുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ കേരളത്തിലടക്കം. അവർക്ക് ഇതൊന്നും കേട്ടാൽ വലിയ ഇഷ്ടം തോന്നാൻ ഒന്നും ഇടയില്ല.
ഏതായാലും ആ നിലയ്ക്ക് മോദി പറയുന്നത് സാധാരണക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, പണക്കാർക്ക് മാത്രമാണ്, അതും കടും ചായ, കടുപ്പമേറിയ ചായ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ വിപണന സാധ്യതയുടെ സാഹചര്യം സമയപരിമിതി ഇന്നലെ അവസാനിച്ചു. അത് 24-ാം തീയതി വരെ നീട്ടി. ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ തീരുമാനം പോലും അതേമാതിരി നടപ്പാക്കാൻ ഈ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്യുന്നത് കാണുക, അടിയന്തര സേവനങ്ങൾക്ക് 500-1000 നോട്ടുകൾ ഇളവ് 24 വരെ ദീർഘിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾ, ഇന്ന് 15-ആണ്, 24 വരെ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് നാളെ ആരംഭിക്കാൻ പോവുകയാണ്. 16-ാം തീയതി പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നു. ആ സമ്മേളനത്തെ നേരിടാനുള്ള തത്രപ്പാടിലാണ് ഈ പ്രധാനമന്ത്രി ഇപ്പോൾ. അപ്പം 24-ാം തീയതി വരെ അത് നീട്ടിക്കൊടുത്തിരിക്കുന്നു. ATM സേവന നിരക്കുകൾ ഡിസംബർ 30 വരെ ഈടാക്കില്ല. ദേശീയ പാതകളിൽ വെള്ളി വരെ ടോളില്ല. കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ആഴ്ചയിൽ 1.5 ലക്ഷം പിൻവലിക്കാം. സഹകരണ ബാങ്കുകൾക്ക് നിക്ഷേപം സ്വീകരിക്കാൻ അനുമതിയില്ല. സഹകരണ സ്ഥാപനങ്ങൾ നാളെ അടച്ചിടുകയും ചെയ്യും. അതേ സംബന്ധിച്ച വാർത്ത മലയാള മനോരമ ലീഡ് വാർത്തയിലൂടെ തരുന്നത് ഇങ്ങനെയാണ്: അസാധുവായ 500-1000 രൂപ നോട്ടുകൾ അത്യാവശ്യ സേവനങ്ങൾക്ക് ഈ മാസം 24 വരെ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. അത് ഇന്നലെ രാത്രി അവസാനിച്ചതാണ്. ആ ഇളവ് 24-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നു. ട്രാൻസ്പോർട്ടിലും അതുപോലെ ആശുപത്രിയിലും ഒക്കെ 500-ഉം 1000-ഉം എടുക്കുമെന്ന് പറയും. പക്ഷേ ആശുപത്രികൾ അതൊന്നും കേട്ട മട്ടില്ല എന്നാണ് മറ്റു വാർത്തകൾ നമ്മോട് പറയുന്നത്. ലോട്ടറി വ്യവസായം സർവ്വസാധാരണക്കാരായ പട്ടിണി പാവങ്ങളായ ആൾക്കാരെ നിലനിർത്തുന്ന ഒരു വ്യവസായമാണ് എന്ന് നമുക്കറിയാം. ലോട്ടറി കച്ചവടക്കാരെ ദൈനംദിനം നമ്മൾ തെരുവിലും അതുമാതിരി തന്നെ വെച്ചുപാണി കേന്ദ്രങ്ങളിലും ഒക്കെ, അത് ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പരിചയപ്പെടുന്ന ആളുകളാണ്. അവരുടെ മിക്കവാറും വലിയ വിഭാഗം ആളുകൾ അവരിൽ ഉള്ള ഹാൻഡിക്യാപ്ഡായ ആളുകളാണ്, വികലാംഗർ കൂടിയാണ്. ആ വിഭാഗം ആളുകളടക്കം തൊഴിലെടുക്കുന്ന ആ മണ്ഡലം, ആ ലോട്ടറി മണ്ഡലം സ്തംഭിച്ച വാർത്ത മാതൃഭൂമി തരുന്നു. നോട്ടിൻ്റെ ഈ പ്രതിസന്ധി വന്ന സാഹചര്യത്തിൽ വൻ നഷ്ടം. 8 നറുക്കെടുപ്പുകൾ റദ്ദാക്കി. ഇന്നു മുതലുള്ള നറുക്കെടുപ്പ് നീട്ടി. വിതരണക്കാർ പ്രതിസന്ധിയിലായി. നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് സംസ്ഥാന ലോട്ടറി സ്തംഭനത്തിലേക്ക്. ടിക്കറ്റുകൾ വിറ്റഴിയാത്തതിനാൽ ഈ മാസം 20 മുതൽ 27 വരെയുള്ള 8 നറുക്കെടുപ്പുകൾ റദ്ദാക്കി. 19 വരെയുള്ള 5 നറുക്കെടുപ്പുകൾ നീട്ടി. 27-ന് ശേഷം മാത്രമേ ലോട്ടറി വീണ്ടും തുടങ്ങാനാവുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തിരിക്കുന്നു. സ്തംഭിച്ചു പോയിരിക്കുന്നു ആ വ്യവസായം. ആ വ്യവസായത്തിൻ്റെ സവിശേഷതയും ചില്ലറയുണ്ടെങ്കിൽ മാത്രം വിപണനം നടക്കുന്ന ഒരു വ്യവസായമാണ്. അതും സ്തംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത നമ്മോട് പറയുന്നത്. സഹകരണ പ്രസ്ഥാനം ശക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരവസ്ഥയുമാണത്. ആ സഹകരണ പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടിയാണ് നോട്ട് മാറ്റവുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി ലീഡാക്കിയിരിക്കുന്നത്. കാണുക, സംസ്ഥാനത്തിന് വൻ തിരിച്ചടി. സഹകരണ ബാങ്കിൽ നോട്ട് എടുക്കണ്ട എന്ന് കേന്ദ്രം. അസാധുവാക്കിയ 500-1000 രൂപ നോട്ടുകളുടെ കൈമാറ്റത്തിനോ നിക്ഷേപം സ്വീകരിക്കാനോ സഹകരണ ബാങ്കുകൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് റിസർവ് ബാങ്ക്. അസാധുവാക്കിയ 500 രൂപ 1000 രൂപ നോട്ടുകളുടെ കൈമാറ്റത്തിനോ നിക്ഷേപം സ്വീകരിക്കാനോ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ വൈകുന്നേരം അറിയിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിനു മുമ്പ് 1000-500 നോട്ടുകൾ അവരവിടെ സ്വീകരിച്ചിരുന്നു. അതുമാതിരി തന്നെ മാറ്റിക്കൊടുത്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിലച്ചു പോയിരിക്കുന്നു സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട്. ഇനി ഈ നോട്ട് പ്രശ്നമുണ്ടല്ലോ, അതിനെ മുൻനിർത്തി സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന സംസ്ഥാന അവസ്ഥ, അതും ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നു. ശമ്പളം വരെ മുടങ്ങാനുള്ള സാധ്യത ഈ മാസം സംജാതമായിരിക്കുന്നു.
ചില്ലറ ഏരിയൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ KSRTC പെൻഷൻ നിലച്ചു പോകുന്ന അവസ്ഥ അത് വരികയും അത് പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നാം കുറച്ചു നാളായി കാണുന്നു. എന്നാൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ശമ്പളവും പെൻഷനും ഒറ്റയടിക്ക് നിലച്ചു പോകുമോ എന്ന ആശങ്ക ഉളവാക്കുന്ന രീതിയിൽ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്ന് ദേശാഭിമാനി തന്നെ പറയുന്നു. കാരണം വരുമാനം കൂപ്പുകുത്തിപ്പോയിരിക്കുന്നു. വരുമാനം കുറഞ്ഞാൽ ചിലവാക്കാൻ പണമുണ്ടാകില്ല. വരുമാനം കൂപ്പുകുത്തി സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിൽ. രാജേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നോട്ട് അസാധുവാക്കൽ നടപടി സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കുന്നു. സമ്പദ്ഘടനയിലുണ്ടാകുന്ന പ്രത്യാഘാതം കണക്ക് കൂട്ടുന്നതിലും അപ്പുറമാകുമെന്നാണ് ചുരുങ്ങിയ ദിവസങ്ങളിലെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇതേ നില തുടർന്നാൽ അടുത്ത മാസം ശമ്പളവും പെൻഷനും നൽകാൻ കഴിയില്ല. സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെല്ലാം വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കേരള സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഏകദേശം ഇത്തരം അവസ്ഥകൾ തന്നെയായിരിക്കും. മിക്ക സംസ്ഥാനങ്ങൾക്കും ആ അവസ്ഥയും ഇന്ന് വാർത്തയായി നമ്മെ തേടിയെത്തിയിരിക്കുന്നു ദേശാഭിമാനിയുടെ ഒന്നാം പുറത്തിലൂടെ. നാളെ ഈ അവസ്ഥയിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി വിവിധ യോഗങ്ങൾ ഇന്നലെയും ഇന്നുമായിയൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് നീങ്ങാൻ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട 8 കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നു. 8 പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേർന്ന് രാഷ്ട്രപതിയെ കാണാൻ പോകുന്ന വാർത്ത വർത്തമാനം പുറത്ത് മലയാള മനോരമ തരുന്നു. രാഷ്ട്രപതി ഈ നോട്ട് തടയുന്നതിന് നോട്ടിൻ്റെ മൂല്യം ഇല്ലാതാക്കുന്ന പ്രക്രിയയിലെ പ്രധാന പങ്ക് വഹിച്ച ആൾ അവസാനമായി അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. അറിയാതെ അത് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. ആ അർത്ഥത്തിൽ സാങ്കേതികമായി അതിൻ്റെ പങ്ക് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് രാഷ്ട്രപതിയോട് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവെന്ന നിലയ്ക്ക് രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. കറൻസി നിയന്ത്രണത്തെ തുടർന്ന് ജനത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെൻറ്റിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. നാളെ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ പ്രതിഷേധമുയർത്തുന്നതിനുള്ള പൊതുവഴി തേടി കോൺഗ്രസ് ഉൾപ്പെടെ 8 പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേർന്നു. ബദ്ധവൈരികളായ CPM-ഉം തൃണമൂൽ കോൺഗ്രസും ശത്രുത മറന്ന യോഗത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. RJD, CPI, JDU, ജാർഖണ്ഡ് മുക്തി മോർച്ച, YSR കോൺഗ്രസ് എന്നിവയും പങ്കെടുത്തു. അതേസമയം പ്രതിപക്ഷ ഐക്യത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി, SP, BSP, DMK, അണ്ണാ DMK, NCP എന്നീ പാർട്ടികൾ വിട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത. ഏകദേശം പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം സഖ്യം ചേർന്ന് ഒരു പ്രതിപക്ഷ ഐക്യനിര നാളെ പാർലമെൻറ്റ് സമ്മേളിക്കുന്ന സമയത്ത് രൂപപ്പെടുത്തപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു ഐക്യനിര സൃഷ്ടിക്കപ്പെട്ടതിന് കാരണവും നോട്ട് വിവാദം തന്നെയാണ്. മറ്റ് ഒരു ഗൗരവതരമായ വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്തയ്ക്ക് ആധാരമായ റിലയബിൾ എന്ന് പറയാവുന്ന കേന്ദ്രങ്ങളൊന്നും അവർ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും കള്ളപ്പണം പിടിക്കാൻ നടത്തിയ നടപടി, ആ നടപടിയുടെ ഭാഗമായി 500,000 നോട്ടുകൾ പിൻവലിച്ചു. മണി മാർക്കറ്റിൽ പണ കമ്പോളത്തിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തുകയും ചെയ്തു. അതിനെ നേരിടാൻ 2,000 രൂപയുടെ നോട്ട് സർക്കാർ ഇറക്കി. ഈ 2,000വും പിൻവലിക്കാൻ പോകുന്നത്രേ. തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇതിനെ വാർത്ത ശരിയാണെങ്കിൽ ഈ വാർത്ത വലിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ വലിയ സംഭ്രാന്തിയോ സൃഷ്ടിക്കാൻ ഇടയുള്ള വാർത്ത തന്നെയാണ്. 2,000വും പിൻവലിക്കുമെന്ന് മംഗളം. റിസർവ് ബാങ്ക് പുതിയതായി പുറത്തിറക്കിയ 2,000 രൂപയുടെ കറൻസിയും വൈകാതെ പിൻവലിച്ചേക്കുമെന്ന് സൂചന. കള്ളപ്പണത്തെ നേരിടുന്ന നടപടികളുടെ ഭാഗമായാണ് ഉയർന്ന മൂല്യമുള്ള 1,500 രൂപയുടെ കറൻസി നോട്ടുകൾ അപ്രതീക്ഷിത നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ അസാധുവാക്കിയത്. എന്നാൽ അതിനു പകരം ഇരട്ടി മൂല്യമുള്ള 2,000 രൂപയുടെ ഒറ്റ നോട്ട് ഇറക്കിയത് വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ 10 മാസത്തെ ഹോംവർക്ക്, ആ ഹോംവർക്കിന് ശേഷമാണ്, ഗൃഹപാഠത്തിന് ശേഷമാണ് ഈ സമീപനങ്ങൾ സ്വീകരിച്ചത് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാനാകും? ഗൗരവതരമായ പഠനവും മനനവും ഒന്നും ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ലേ
എന്ന് സന്ദേഹിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ബാങ്കിങ് മേഖലയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആളുകൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന ഏക സ്ഥാപനം ബാങ്കാണ്. ആ ബാങ്ക് എന്തായാലും തങ്ങളുടെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്തില്ല. തങ്ങൾ നിക്ഷേപിച്ച പണം തങ്ങളുടെ പണം, അത് ബാങ്ക് തിരികെ തരും എന്ന വിശ്വാസം, അല്ലെങ്കിൽ സർക്കാർ അത് തരണം, അങ്ങനെ സർക്കാരിന് തരുമെന്ന് വിശ്വസിപ്പിക്കുന്ന സ്ഥാപനമാണല്ലോ ബാങ്ക്. ആ ബാങ്കിങ് മണ്ഡലം അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥ നേരിടുന്നു എന്നാണ് ബാങ്കിങ് മണ്ഡലത്തിൽ നിന്ന് വാർത്ത വരുന്നത്. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി ഗൗരവതരമായ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ തരുന്നു. കാരണം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം തീരുന്നു. പണം തീരുകയും അത് ലഭിക്കാനുള്ള ആളുകളുടെ എണ്ണം ക്യൂവായി കൂടുകയും ചെയ്യുമ്പോൾ ബാങ്കിങ് ഗുരുതരമായ പ്രതിസന്ധി നേരിടും എന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ആ വാർത്ത അത്ര സുഖകരമല്ലാത്ത വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ബാങ്കുകളിൽ പണം തീരുന്നതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ പുതിയ പ്രശ്ന സങ്കീർണതകൾ രൂപപ്പെടും എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നത് കാണുക. ജോസഫ് മാത്യു ആണ് ആ വാർത്ത തൃശ്ശൂരിൽ നിന്ന് തരുന്നത്. പഴയ നോട്ടുകൾ മാറാനും അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും ആളുകൾ ഇരച്ചെത്തിയതോടെ പല ബാങ്കുകളിലും പണം തീർന്നു. റിസർവ് ബാങ്കിൽ നിന്ന് പുതിയ നോട്ടുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ബാങ്കുകൾക്കൊരറിയിപ്പും ലഭിച്ചിട്ടില്ല. ഈ പണം ഓരോ ബാങ്കിൻ്റെയും ചെസ്റ്റുകളിലേക്ക് എത്താൻ 2 ദിവസം എടുത്തേക്കും. അടിയന്തരമായി പണം കിട്ടിയില്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ ബാങ്കുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സ്ഥിതിയാണ് എന്ന് ബാങ്ക് മാനേജർമാർ പറയുന്നു. ഭൂമി വിൽപ്പന കേരളത്തിൽ പകുതിയായി കുറഞ്ഞു. 3000 രജിസ്ട്രേഷൻ പ്രതിദിനം നടന്നുകൊണ്ടിരുന്നിടത്ത് ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ കഷ്ടി 1500 രജിസ്ട്രേഷനാണ് നടന്നിരിക്കുന്നത് എന്നും മാതൃഭൂമി അതേ പേജിലെ മറ്റൊരു വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. മോദി രാജ്യത്തോട് ഇന്നലത്തെ പ്രസംഗത്തിൽ നടത്തിയ അഭ്യർത്ഥന കേരളകൗമുദി ഒന്നാം പുറത്ത് തരുന്നു. കള്ളപ്പണ വേട്ട വില കുറയ്ക്കും, രാഷ്ട്രീയവും മെച്ചപ്പെടും, അതാണ് മോദിയുടെ ഗെയിം. അദ്ദേഹം പറയുന്നത്, രാജ്യത്തെ കള്ളപ്പണം ഉന്മൂലനം ചെയ്യാൻ എനിക്ക് 50 ദിവസത്തെ സാവകാശം തരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ രാജ്യത്തെ എത്തിക്കും. അഴിമതിയില്ലാത്ത ഇന്ത്യ സൃഷ്ടിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. തെറ്റാണ് ചെയ്തതെങ്കിൽ രാജ്യം തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം കേരളകൗമുദി അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം പ്രത്യേക നിലവാരത്തിലെ വാർത്തയായി തന്നിരിക്കുന്നു. ഇനി കള്ളപ്പണത്തിൻ്റെ കണക്കും കേരളകൗമുദി വന്നിരിക്കുന്നു. 30 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്. രഹസ്യ നിക്ഷേപമായി 10 ലക്ഷം കോടി രൂപയുടെ രഹസ്യ നിക്ഷേപമുണ്ട്. ഇതൊക്കെ പിടിക്കാനാണ് മോദി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നും പറയുന്നു. ഏതായാലും ഇന്നലെ ജനയുഗം പറഞ്ഞത് നരേന്ദ്രമോദി ഭരണരംഗത്ത് ഒറ്റപ്പെടുന്നു എന്നാണ്. നോട്ട് വിവാദത്തിന് ശേഷം അദ്ദേഹം ഒറ്റപ്പെടുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ NDAയിൽ ഭിന്നത, BJP പ്രതിരോധത്തിൽ, NDA എന്ന ഭരണ സംയുക്തത്തിൽ തന്നെ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. ശിവസേനയും അതുപോലെ തന്നെ ശിരോമണി അകാലി ദളും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. NDAയിൽ തന്നെയുള്ള ഈ 2 പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. മമതാ ബാനർജി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാൾ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ NDAക്കകത്തും പുറത്തുമൊക്കെ വൻതോതിൽ പ്രതിരോധങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് BJP സ്വയം പ്രതിരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത ജനൈകം ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. നോട്ട് പിൻവലിക്കുന്നതിനെതിരെ അകാലിദൾ, കേന്ദ്ര സർക്കാരിനെതിരെ ബാങ്ക് സംഘടനകൾ, റിസർവ് ബാങ്ക് ജീവനക്കാർ കൂട്ട അവധിക്ക് ഒരുങ്ങുന്നു തുടങ്ങിയ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തിൻ്റെ ബാങ്കിങ് മണ്ഡലം മാറുന്നു എന്ന് ജനയുഗം പറയുന്നു. അതുകൊണ്ടും തീർന്നില്ല. BJPയിലും ഭിന്നാഭിപ്രായം. സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിൻ്റെ ഭിന്നത രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു MP, ആ MP ഗുജറാത്തിൽ നിന്നുള്ള MP-യാണ്. അദ്ദേഹവും ഈ സംവിധാനത്തെ, മോദിയുടെ ഈ സമീപനത്തെ എതിർത്തിരിക്കുന്നു എന്ന വാർത്ത ജനൈകം ഒന്നാം പേജിൽ തരുന്നു. സർക്കാരിനെ വിമർശിച്ച് BJP MP രംഗത്ത്. 500-1000 രൂപ നോട്ടുകൾ പിൻവലിച്ച മോഡി സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് BJP MP
രംഗത്ത്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നുള്ള BJP MP വിത്തൽ രഥാദിയാണ് സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയത് എന്ന് പറയുമ്പോൾ BJPക്കുള്ളിൽ പോലും ഇതിൻ്റെ പ്രതിഷേധം മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്നലെ ഒറ്റപ്പെടുന്ന മോദിയെക്കുറിച്ച് സംസാരിച്ച ജനീകം ഇന്ന് പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുന്ന മോദിയെക്കുറിച്ചുള്ള വാർത്ത തരുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകത. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശം? അതിർത്തിയിൽ ആരംഭിച്ച സംഘർഷ ബന്ധുരതകളിൽ നിന്നാണല്ലോ ഒന്നിനു പുറകെ ഒന്നായി വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പത്രങ്ങളിൽ ഗൗരവതരമായ വാർത്തയായി അതിർത്തി സംഘർഷങ്ങൾ മാറുന്നില്ല. അതിനേക്കാൾ വലിയ വാർത്തയാണ് ആഭ്യന്തര രംഗത്ത് നോട്ട് വിവാദം സൃഷ്ടിച്ച വാർത്തകൾ. എന്നാൽ ദീപിക എന്ന പത്രം ഇന്ന് ഒന്നാം പുറത്തു തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്ന പാകിസ്ഥാൻ്റെ പരിദേവനം മുന്നോട്ട് വച്ചിരിക്കുന്നു. 7 പാക് സൈനികർ മരിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 7 പാക് സൈനികർ വധിക്കപ്പെട്ട വാർത്ത ഇങ്ങനെ: നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ വെടിവയ്പ്പിൽ തങ്ങളുടെ 7 സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ. ഇതിന് പിന്നാലെ ഏതു തരത്തിലുള്ള കടന്നുകയറ്റത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണ് എന്നും പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ദീപിക വാർത്ത, ഒന്നാം പുറം വാർത്ത നമ്മോട് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണാനായി പോയിരുന്നു ദില്ലിയിൽ. അവർ അവിടെ അദ്ദേഹത്തെ കാണുകയുണ്ടായി. കണ്ടതിൻ്റെ ഭാഗമായി ശബരിമല തീർത്ഥാടന റൂട്ടിൽ പുതിയ ബാങ്ക് കൗണ്ടറുകൾ വരും എന്നുറപ്പായി. സാമ്പത്തിക പ്രശ്നങ്ങളുള്ള, നോട്ടിൻ്റെ പ്രശ്നങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ അയ്യപ്പൻ ഭക്തന്മാരെ അത് സഹായിക്കും. മുഖ്യമന്ത്രിക്ക് ജെയ്റ്റ്ലിയുടെ ഉറപ്പ്. മെട്രോ വാർത്ത അത് ഒന്നാം പേജിലെ ആദ്യ വാർത്തയായി, സചിത്ര വാർത്തയായി തരുന്നു. ശരണപാതകളിൽ ബാങ്ക് കൗണ്ടറുകൾ തുടങ്ങും. വി രജികുമാറാണ് വാർത്ത ദില്ലിയിൽ തരുന്നത്. വൃശ്ചികം 1 നാളെ മുതൽ ശബരിമല തീർത്ഥാടകർക്ക് നോട്ടുകൾ പിൻവലിക്കൽ ബുദ്ധിമുട്ടാകാതിരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. തീർത്ഥാടകർക്കായി വിവിധ കേന്ദ്രങ്ങളിൽ ബാങ്കുകളുടെ പ്രത്യേക എക്സ്റ്റൻഷൻ കൗണ്ടറുകൾ തുറക്കും എന്ന ആവശ്യം, നമ്മുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും വൃശ്ചികം 1 ആരംഭിക്കുമ്പോൾ ശബരിമലയിൽ മണ്ഡലക്കാലം ആരംഭിക്കുകയാണ്. ഇത്തവണ മണ്ഡലത്തിൽ എത്തിച്ചേരുന്ന ആളുകൾ, അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കുറയുമോ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നത് വാർഷിക ശമ്പളമായി $1 മാത്രം മതി. $4 ലക്ഷം വാർഷിക ശമ്പളമായി അമേരിക്കൻ പ്രസിഡന്റിന് എടുക്കാവുന്ന തുക. അത് വേണ്ട, തനിക്ക് $1 മാത്രം മതി ഒരു വർഷത്തേക്കുള്ള ശമ്പളമായി എന്ന് പറഞ്ഞ ട്രംപിൻ്റെ ടീം രൂപപ്പെട്ടിരിക്കുന്നു. ആ ടീമിൻ്റെ വലതുപക്ഷ സ്വഭാവത്തെക്കുറിച്ച് ദേശാഭിമാനി, ആ ടീം പ്രഖ്യാപനത്തെക്കുറിച്ച് ദേശാഭിമാനി വാർത്ത തരുന്നു, കാണുക. ടീം ട്രംപ് പ്രമുഖരെ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഡൊണാൾഡ് ട്രംപ് തൻ്റെ ടീമിലെ പ്രമുഖരെ പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻനിര നേതാവ് റെയിൻസ് പ്രീബസ്, തീവ്ര വലതുപക്ഷ മാധ്യമമായ ബ്രെയ്ത്ബാർഡ് ന്യൂസ് നെറ്റ്വർക്ക് മുൻ മേധാവി സ്റ്റീഫൻ ബാനൺ എന്നിവരെയാണ് സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രകടമായ ഒരു വലതുപക്ഷ ചായ്വ് സമ്പദ്ഘടനയിലും എല്ലാ രാഷ്ട്രീയത്തിലും എത്തും എന്ന് ഉറപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പ്. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജ് പ്രവേശനം റദ്ദാക്കിയ കാര്യം കേരളത്തെ സംബന്ധിച്ച് ഗൗരവതരമായ വാർത്തയാണെങ്കിലും ഈ നോട്ട് വിവാദം ഗൗരവതരമായി വന്നിരിക്കുന്നത് കൊണ്ട് മുങ്ങിപ്പോകുന്നൊരു വാർത്തയായി ആ വാർത്ത വന്നിരിക്കുന്നു. എങ്കിലും മാധ്യമം ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത തരുന്നു. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജ് പ്രവേശനം റദ്ദാക്കി. അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജിലെയും പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിലെയും MBBS പ്രവേശന നടപടികൾ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി റദ്ദാക്കി. കരുണ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നൽകേണ്ട 100 പേരുടെ പുതിയ പട്ടിക കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. എന്നാൽ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ മുഴുവൻ പ്രവേശന നടപടികളും ക്രമവിരുദ്ധമാണ് എന്ന് കണ്ട് പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ.
മോദി എന്ന പ്രധാനമന്ത്രിയുടെ സവിശേഷത, വിമർശനം തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് അദ്ദേഹം. എന്നാൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവോ ജവഹർലാൽ നെഹ്റുവോ അങ്ങനെയായിരുന്നില്ല. ഇരുവരുടെയും വ്യത്യാസം നമുക്ക് ഈ കാർട്ടൂണിൽ കാണാം. കാർട്ടൂൺ കാണുക. കാർട്ടൂണിൻ്റെ ആദ്യ പകുതി. ശങ്കർ എന്ന കാർട്ടൂണിസ്റ്റിനോട് എന്നെയും വെറുതെ വിടരുത് എന്ന് നെഹ്റു പറഞ്ഞു. അതായിരുന്നു നെഹ്റുവിൻ്റെ സമീപന വിമർശനങ്ങളോട്. എന്നാൽ സംഘപരിവാരത്തെ തനിക്ക് ചുറ്റും നിർത്തി വിമർശന വണ്ടുകളെ ആക്രമിക്കുകയാണ് മോദി എന്ന പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്ന് ഹിന്ദുവിലെ സുരേന്ദർ കാർട്ടൂൺ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മീൻ വിറ്റ് പോകുന്ന കൊച്ചു കൊച്ചു വിൽപ്പന മാർക്കറ്റുകൾ, റോഡ് സൈഡിലുള്ള മാർക്കറ്റുകൾ കേരളത്തിൽ ഇല്ലാതായി തുടങ്ങി. ചില്ലറയില്ലാത്തതാണ് വിൽപ്പനയ്ക്ക് തടസ്സമായി വന്നിരിക്കുന്നത്. ഈ ചിത്രം ഒന്ന് കാണുക. ഇത് തിരുവനന്തപുരം വിഴിഞ്ഞം ആണ്. കച്ചവടം നിലയ്ക്കുന്ന വിഴിഞ്ഞത്തെ മീൻ വാണിഭം നടത്തുന്ന സ്ത്രീകളുടെ നിസ്സഹായത ദ്യോതിപ്പിക്കുന്ന ചിത്രം മെട്രോ മനോരമ ഇന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.